ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മാനസ ആന്റിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ആന്റിയമ്മയെ കൃഷും കൺമണിയും ഒരു റൂമിലായിരിക്കോ താമസിക്കുക എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ആന്റിയമ്മ എല്ലാം വെറുതെ പറയുന്നതാണ്, അവർ ഒരുമിച്ച് തന്നെയായിരിക്കും താമസിക്കുന്നത്. കൺമണി ആരാ മോള്? കൃഷിനെ വശീകരിച്ച് അവളുടെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കൃഷിനെ കൊണ്ടുപോയിരിക്കുന്നത്. കൺമണിയുടെ അടിമയായിട്ടായിരിക്കും കൃഷി അവിടെ നിന്ന് വരുന്നത്. അല്ലെങ്കിൽ ആന്റിയമ്മ നോക്കിക്കോ, കൃഷി വിവാഹം ചെയ്യാൻ പോകുന്നത് അവളെ ആയിരിക്കും, നോക്കിക്കോ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ, നടക്കാത്ത കാര്യങ്ങൾ വെറുതെ പറയല്ലേ, പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ രണ്ടുപേരും ഈ ലോകത്തുണ്ടാവില്ല എന്ന് ആന്റിയമ്മ പറയുമ്പോ മാനസ പറയുന്നുണ്ട്, അവര് ലോകത്തുണ്ടാവില്ലെന്ന് വെറുതെ അലങ്കാരത്തിന് വേണ്ടിയല്ലേ ആന്റിയമ്മ പറയുന്നത്, പക്ഷേ ഞാനിത് ഉറപ്പിച്ചു പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവരുണ്ടാവില്ല. ഇപ്രാവശ്യം ആ കൺമണിയെ അങ്ങനെ ജയിക്കാൻ അനുവദിച്ചൂടാ, ഋഷുവായിട്ട് അവള് കുറെ കറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ ഈ യാത്ര അവളുടെ ഒടുക്കത്തെ യാത്രയായിരിക്കണം. അതിനു പറ്റിയ എന്തെങ്കിലും മാർഗമുണ്ടോ ആന്റിയമ്മയുടെ കയ്യില്? അവളെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനി എനിക്ക് കൃഷിന്റെ ജീവിതത്തിലേക്ക് ചെല്ലാൻ പറ്റൂ, അല്ലെങ്കിൽ ഇനി എപ്പോഴും അവളൊരു തടസ്സമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവും. എന്നേക്കുമായിട്ട് അവളെ അവസാനിപ്പിക്കണം, എങ്കിലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അവൾ ഉള്ളിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടില്ല, സമാധാനമല്ല എനിക്ക് ജീവിതം തന്നെ കിട്ടില്ല. അവസാനിക്കണം, അവളെ അവസാനിപ്പിക്കണം. എന്തായാലും ഈ യാത്ര അവളുടെ നാശത്തിലേക്കുള്ളതാണെന്ന് മാനസ പറയുന്നുണ്ട്. ആന്റിയമ്മയും അപ്പോൾ കൺമണിയെ ഒഴിവാക്കാനായി പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് കൃഷും കൺമണിയും കൂടി പൊന്നുമേട്ടിലെത്തുന്നുണ്ട്. പൊന്നുമേട്ടിലേക്ക് പോകുന്നതിന്റെ വഴിയിൽ ഒരു മാനുഫാക്ചറിംഗ് ഫാക്ടറിയിലെ തൊഴിലാളികൾ അവിടെ ഇരുന്ന് സമരം ചെയ്യാണ്. വഴി തടഞ്ഞു വെച്ചത് കാരണം കൃഷിനും കൺമണിക്കും മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. കുറെ ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും ഫാക്ടറി തൊഴിലാളികൾ ആരും തന്നെ അവിടെ നിന്ന് മാറുന്നില്ല. ദേഷ്യം വന്നുകൊണ്ട് കൃഷി കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി തൊഴിലാളികളോട് പറയുന്നുണ്ട്, ഹോൺ അടിച്ചത് നിങ്ങൾ കേട്ടില്ലേ, ഞങ്ങൾക്ക് പോകേണ്ടത് ഈ വഴിയാണ്, വഴി മാറിത്താ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു തൊഴിലാളി പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഇതുവഴി മാറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇതുവഴി തന്നെ ഞാൻ പോകുമെന്ന് പറയുമ്പോൾ അതില് വേറൊരു സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തുകൂടെ വണ്ടി കയറ്റിയിട്ടേ പോവാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ അതും ചെയ്യുമെന്ന്. കൺമണിയാണെങ്കിൽ കൃഷിനോട് പറയുന്നുണ്ട്, സാർ പ്രശ്നം ഉണ്ടാക്കരുത്, ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃഷി ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേറൊരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ കൃഷിനോട് പറയുന്നുണ്ട്, കേറ്റടോ, ഞങ്ങളുടെ നെഞ്ചത്തു കൂടെ വണ്ടി കേറ്റടോ, ഈ അവിടുന്ന് ആ വണ്ടിയൊന്ന് അനക്കി നോക്ക്, ഈ അരിവാളുണ്ടല്ലോ നെല്ല് കൊയ്യാനും പുല്ലരിയാനും മാത്രമല്ല ഒരാളെ വെട്ടാൻ വരെ പറ്റും. ആ സ്ത്രീ പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട, ഈ എന്ത് ചെയ്യാനാ, എന്റെ മുന്നിലെല്ലാം നേതാവ് കളിക്കാനല്ലേ നീ നിൽക്കുന്നത്, ഷോ കാണിക്കല്ലേ നീ, ഇങ്ങനെ വല്ലതും എന്റെ കമ്പനിയുടെ മുന്നിലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയേനെ എന്ന് കൃഷി പറയുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇയാണ് ഞങ്ങളുടെ മുതലാളിയെങ്കിൽ നിനക്ക് അത്താഴം തന്നെ കഴിക്കാൻ പറ്റില്ലായിരുന്നു, നിന്റെ ശവടക്ക് നടന്നേനെ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, എന്നാ നീ ഒന്ന് കാണിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ നേർക്ക് പോവുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇവര് വന്ന ഈ വണ്ടി കുത്തി പൊട്ടിക്കുകയാണ് വേണ്ടത്, മുതലാളി പറഞ്ഞയച്ച പുതിയ ഉപദേശകനായിരിക്കും ഇയാള്, അരിയും ഭർത്താവും നാടകമൊന്നും കളിക്കണ്ട, ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഞങ്ങളെ ഇവിടം വിട്ടു പോവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷി ആ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ട്. എന്നാൽ കൺമണി കൃഷിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്കും തൊഴിലാളികളും കൃഷിയും തമ്മിൽ നല്ല തർക്കമുണ്ടാവുകയാണ്. പിന്നീട് കൃഷിനെ മാറ്റിക്കൊണ്ട് കൺമണി പറയുന്നുണ്ട്, സാർ പരിചയമില്ലാത്ത സ്ഥലമാണിത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സാർ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആ തൊഴിലാളികളോട് പോയി സംസാരിക്കുന്നുണ്ട്. പ്ലീസ് ഞാനെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കോ, ആ സാറ് പ്രതികരിച്ചത് ശരിയായില്ലെന്ന് എനിക്കറിയാം, അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, നിങ്ങളെ പോലെയുള്ള തൊഴിലാളികളുടെ വേദന എനിക്കറിയാൻ പറ്റും, ജോലി ഇല്ലാതാവുമ്പോ ശമ്പളം കിട്ടാതിരിക്കുമ്പോ ഇതിന്റെ വേദന എത്രയായിരിക്കുമെന്ന് എനിക്കറിയാം, കാരണം ഞാനും അതുപോലെ ഒരു തൊഴിലാളിയാണ്, എന്റെ അച്ഛനും അതുപോലെ ഒരാളാണ്, ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഞങ്ങൾക്ക് പോകേണ്ടത് ഈ വഴിയാണ്, മാപ്പിൽ ഈ വഴിയാണ് കാണിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല, ഇപ്പൊ തന്നെ 5 മണി കഴിഞ്ഞു, പരിചയമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് നിങ്ങളൊന്ന് വഴിമാറി തരണം, ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടുപോയതാണ്, അതുകൊണ്ട് ഞങ്ങളോട് കുറച്ച് ദയ കാണിക്കണം, ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ മനസ്സ് മാറുന്നുണ്ട്. അവരെന്നിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് കൺമണി കൃഷ്ണനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്തും കൃഷ്ണ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആ സ്ത്രീയെ നോക്കുന്നുണ്ട്. ആ സ്ത്രീയും കൃഷിനെ വളരെ ദേഷ്യത്തോടെ തന്നെയാണ് നോക്കുന്നത്. പിന്നീട് കൃഷും കൺമണിയും ഗൂഗിൾ മാപ്പിൽ കാണിച്ച ആ സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെയൊന്നും ആരെയും കാണുന്നില്ല. കുറെ ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും ആരും പുറത്തേക്ക് വരുന്നില്ല. കൃഷും കൺമണിയും കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. ഒരു കൃഷിനോടും കൺമണിയോടും പറയുന്നുണ്ട്, ആരാടാ ഹോൺ അടിച്ചത്, ഇവിടെ ആരും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ
തന്നെ പുറത്തേക്ക് പോയിക്കോ. സമരക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നവരല്ലേ നിങ്ങൾ. ഷീലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ വന്ന ആളായാൽ 2 കാലുമായിട്ട് തിരിച്ചു നിങ്ങൾ പോവില്ല എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, എന്ത് കഷ്ടമാണ് കൺമണി, ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് ഓരോ കുരിശുകളാണല്ലോ വന്നു ചേരുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു സെക്യൂരിറ്റിക്കാരൻ വരുന്നുണ്ട്. അയാള് ഷീലയോട് ചോദിക്കുന്നുണ്ട്, ഇതാ ഷീലയെ പ്രശ്നമെന്ന്. അപ്പൊ ഷീല പറയുന്നുണ്ട്, ഇതാ ഇവര് രണ്ടുപേരും വന്നിട്ട് ഹോൺ അടിക്കുകയാണ്. ആ സമരക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട്, ഹോൺ അടിക്കുന്നോ, നിങ്ങളൊന്ന് ഹോൺ അടിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ, ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞങ്ങളൊരു മധുസാറിനെ കാണാനാണ് വന്നത് എന്ന് കൃഷി പറയുമ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, ആളെങ്ങാനും നിങ്ങൾക്ക് മാറിപ്പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ദേവ്ജി എന്ന ഒരാളാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മധു എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നത്. ഇവിടെ വന്ന് മധുസാറെ കണ്ടാ മതി, കാര്യങ്ങളെല്ലാം മധുസാറ് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞതെന്ന് കൺമണി പറയുമ്പോൾ ഷീലയും ആ സെക്യൂരിറ്റിയും അവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ സെക്യൂരിറ്റി കരയുമ്പോൾ ഷീല കരയണ്ട, എന്തിനാണ് കരയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷി അപ്പോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, കരയാൻ മാത്രം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഷീല പറയുന്നുണ്ട്, ഇതാണ് മധുചേട്ടൻ, ആദ്യമായിട്ടാണ് മധുചേട്ടനെ ഒരാള് സാറെന്ന് വിളിക്കുന്നത്, അതിന്റെ സന്തോഷത്തിൽ കരഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. കൃഷിയും കൺമണിയും അപ്പോ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നീട് ആ മധുചേട്ടൻ പറയുന്നുണ്ട്, റെഡ് സാറും കൺമണി മേഡം അല്ലേ, അയ്യോ ഇന്ന് കേണൽ സാറിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ കൃഷിയും കൺമണിയും ചോദിക്കുന്നുണ്ട്, കേണലോ, ഞങ്ങൾക്കൊരു കേണലിനെയും അറിയില്ല, കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല, ദേവ് സാറാണ് ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, ഇവിടെ വന്ന് മധു എന്ന് പറഞ്ഞ ആളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറഞ്ഞു, പിന്നെ ഒരു പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, ഇതിനു പറ്റിയ അന്തരീക്ഷത്തിൽ വേണം താമസം, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഓക്കെയാണ്, ലൊക്കേഷനും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കേണൽ സാറിനെ കാണണ്ടല്ലേ, കേണൽ സാറ് തന്നെയാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്, കേണൽ സാറിന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല, ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളെ പോലെ നിങ്ങളും ഇവിടെ പെട്ടു എന്നും അത് പറയുന്നുണ്ട്. അപ്പൊ കൃഷി ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കേണൽ, ഇതിനാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങളെ വരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഷീല പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, അത് പറയാൻ ഞങ്ങൾക്ക് അധികാരവുമില്ല, കേണൽ സാറ് തന്നെ നിങ്ങളോട് പറയും, പിന്നെ എന്റെ പേര് ഷീല, ഇതെന്റെ ഭർത്താവാണ് മധു, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ കൺമണിയും പറയുന്നുണ്ട്, ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ വരുന്ന വഴിക്ക് ലേറ്റ് ആയിട്ട് കഴിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം അത് പറയുന്നുണ്ട്, എന്നാൽ വായോ ഞാൻ റൂം കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതെ നമുക്ക് റൂമിൽ പോവാം, ഞങ്ങള് വളരെ ക്ഷീണിച്ചിട്ടാണ് വന്നത്, വിശാലമായിട്ട് വിശ്രമിക്കണം, നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് വളരെ സന്തോഷത്തോടെ കൃഷി പറയുന്നുണ്ട്. അപ്പോൾ ഷീലയും അതും പറയുന്നുണ്ട്, മേഡം എന്റെ കൂടെയും സാറ് എന്റെ കൂടെയും വായോ എന്ന് പറയുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു റൂമിലല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷീലയും മധുവും കൃഷി പറയുന്നത് കേട്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് താമസിക്കാനുള്ള അധികാരം കേണൽ സാർ തന്നിട്ടില്ല, 2 മുറിയിൽ താമസിപ്പിക്കാനാണ് കേണൽ സാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1 മുറി മതി, അതേ മധുചേട്ട ഞങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് 1 മുറി മതി എന്ന് പറയുമ്പോൾ അത് പറയുന്നുണ്ട്, ആദ്യം കല്യാണമൊക്കെ കഴിയട്ടെ എന്നിട്ട് 1 മുറിയിൽ താമസിക്കാം, അപ്പൊ സാറ് എന്റെ കൂടെ വായു എന്ന് പറഞ്ഞുകൊണ്ട് മധു കൃഷിനെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. ഷീല കൺമണിയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് അലിഗയിലേക്ക് ദേജിയെ കാണാൻ പോയ സാഗറിനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുജാത. സാഗർ വന്നതും സുജാത ചോദിക്കുന്നുണ്ട്, സാഗർ ദേവ്ജിയെ കണ്ടോ, കാര്യങ്ങളൊക്കെ സംസാരിച്ചോ, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സാഗർ തിരിച്ച് സുജാതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയമ്മയും മാനസിയും ഒക്കെ കിടന്നു എന്ന് ചോദിക്കുമ്പോൾ അവരും കൃഷിനെ വെയിറ്റ് ചെയ്ത് കുറെ നേരം ഇരുന്നു, ഇവിടെ ആകെ തർക്കവും ബഹളമൊക്കെ ആയിരുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അതൊക്കെ പോട്ടെ, ദേവ് സാർ എന്താണ് പറഞ്ഞത്, കൃഷ്ണനൊപ്പം കൺമണിയും പോയത് വാസ്തവം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അതെ വാസ്തവം തന്നെയാണ്, ഓഫീസ് കാര്യത്തിന് വേണ്ടിയാണ് അവർ പോയതെന്ന് സാഗർ പറയുമ്പോൾ സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്ത് ഓഫീസ് കാര്യം, ഇപ്പോ ഓഫീസിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചെന്നിരിക്കട്ടെ, കൃഷ്ണന്റെ കൂടെ അവളെ പറഞ്ഞയക്കാൻ പാടുവോ, അവർക്ക് വലിയ എന്ത് അത്യാവശ്യമാണ് അലിഗയിൽ സംഭവിച്ചത്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാനസിയുണ്ടല്ലോ ഇവിടെ, കൃഷ്ണന്റെ കൂടെ മാനസിയെ വിട്ടാ പോരായിരുന്നില്ലേ, ചിമ്മയും ഹേമയും മാനസിയൊക്കെ പറയുന്നത് ശരിയാണ്, ഈ ദേജിയാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, സാഗറിന് എന്താ ഒന്നും ഒരു ചൂടില്ലാത്തതുപോലെ, അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇപ്പോ, ദേജി സാഗറിന്റെയും മനസ്സ് മാറ്റിയോ എന്ന് സുജാത ദേഷ്യത്തോടെ സാഗറിനോട് ചോദിക്കുന്നുണ്ട്. സാഗറൊപ്പം പറയുന്നുണ്ട്, സംസാരിക്കേണ്ടതൊക്കെ ഞാൻ ദേവ്ജിയോട് സംസാരിച്ചിട്ടുണ്ട്. സാഗർ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, കൃഷിന്റെ അമ്മയാണ് ഞാനും കാര്യങ്ങളൊക്കെ അറിയണ്ടേ, കൃഷിയും കൺമണിയും പോയതിൽ സാഗറിന്റെ നിലപാട് എന്താ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഈ ചോദ്യം ഞാൻ ദേവ്ജിയോട് ചോദിച്ചപ്പോൾ ദേവ്ജി തന്ന ഉത്തരം ഞാൻ പറയാം, കൺമണിക്ക്
കൺമണിയെ അറിയാം, കൂടെയുള്ളവരെ എവിടെ നിർത്തണമെന്നും അറിയാം. കൺമണി നല്ല കുട്ടിയാണ് സുജു, അവളെ വെറുതെ കുറ്റപ്പെടുത്തണ്ട എന്ന് സാഗർ പറയുമ്പോ സുജാതയ്ക്ക് ദേഷ്യം വന്നുകൊണ്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട്, സാഗറിന് ഇത് എന്താ പറ്റിയേ? സാഗർ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃഷിനെ കൺമണിയെ വിവാഹം ചെയ്താൽ കുഴപ്പമൊന്നുമില്ലെന്നാണോ സാഗർ ഉദ്ദേശിക്കുന്നത് എന്ന് സുജാത ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, കൃഷിയും കൺമണിയും വിവാഹം ചെയ്യുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് സാഗർ പറയാണ്. അപ്പോൾ വീണ്ടും സുജാത പറയുന്നുണ്ട്, സാഗർ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് മാനസ ജീവിക്കുന്നത്, നമ്മളുകൂടി ചേർന്നിട്ടാണ് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചത്. എന്തൊക്കെ വന്നാലും മാനസയെ ഞാൻ വിടില്ല. കൺമണി പാപമാണ്, സാധുവാണ്, അവളോട് എനിക്ക് ഇഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷേ കൃഷിന്റെ ഭാര്യയാക്കാൻ വേണ്ടി ആയിരുന്നില്ല അതൊന്നും. മാനസയ്ക്ക് ഇനി എന്തു കുറവുകളുണ്ടെങ്കിലും കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും ജർമ്മനിയിൽ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ജയ്മോഹൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ജയ്മോഹൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതൊന്നും മറന്നു പോകരുത് സാഗർ ഒക്കെ സുജാത സാഗറിനോട് പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.